പൊള്ളലേറ്റ് ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ പിതാവും ചികിത്സിച്ച നാട്ടുവൈദ്യനും അറസ്റ്റിൽ. പിതാവ് അഞ്ചുകുന്ന് സ്വദേശി വൈശ്യമ്പത്ത് അൽത്താഫും ചികിത്സിച്ച നാട്ടുവൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജുമാണ് അറസ്റ്റിലായത്. വയനാട് പനമരത്ത് ജൂൺ 9-നാണ് ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 3 വയസ്സുകാരൻ മുഹമ്മദ് അഫ്സാന് പൊള്ളലേറ്റത്. ഉടനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി. ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രക്ഷിതാക്കൾ അതിന് തയ്യാറായില്ല. നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി നാട്ടുവൈദ്യൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. കുട്ടിയെ നാട്ടുവൈദ്യനായ ജോർജാണ് പിന്നീട് ചികിത്സിച്ചത്. ഒരാഴ്ചയോളം ഇയാൾ നാട്ടുവൈദ്യ ചികിത്സ നൽകി. കുട്ടിയുടെ നില പിന്നീട് ഗുരുതരമാവുകയും ചെയ്തു. തുടർന്ന് പോലീസിന്റെ ഇടപെടലിലൂടെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ജൂൺ 18-നാണ് കുട്ടിയെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇവിടെ വെച്ച് ജൂൺ 20-ന് ചികിത്സയിലിരിക്കെ കുട്ടി മരിച്ചു. ഗുരുതരമായ സാഹചര്യത്തിലെത്തിയിട്ടും കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയില്ലെന്ന് പോലീസ് പറയുന്നു. കുട്ടിക്ക് മതിയായ ചികിത്സ നിഷേധിച്ചു. ഇതുകൂടി പരിഗണിച്ചാണ് വൈദ്യനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ മാതാപിതാക്കൾ നാട്ടുവൈദ്യന്റെ ചികിത്സാ സഹായം തേടിയെന്ന് മനസ്സിലായി. മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കല്ല കുട്ടിയെ കൊണ്ടുപോയതെന്നും നാട്ടുവൈദ്യന്റെ അരികിലേക്കാണ് എത്തിച്ചതെന്നും പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്നാണ് പോലീസ് കുട്ടിയുടെ പിതാവിൻ്റെയും നാട്ടുവൈദ്യൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അൽത്താഫിൻ്റെയും സഫീറയുടെയും മകനാണ് മരിച്ച മുഹമ്മദ് അസാൻ. 45-കാരനായ അൽത്താഫിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചികിത്സിച്ച വൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജ് എന്ന 68-കാരനെതിരെയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചേർത്തിട്ടുണ്ട്. പനമരം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.